തമിഴ്നാട്ടിൽ കമ്പം, തേനി എന്നീ സ്ഥലങ്ങളിലാണ് മുന്തിരി കൃഷി ഉള്ളത്. റോസ് മുന്തിരിയാണ് പ്രധാനമായും ഇവിടെ കൃഷി ചെയ്യുന്നത്. രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിലും ഗൾഫ് മേഖലയിലുമാണ് പ്രധാന വിപണി. എന്നാൽ കാലവർഷം ചതിച്ചതോടെ ഇത്തവണ ഉൽപാദനം കുറഞ്ഞു. സാധാരണ ഉൽപാദനം കുറയുമ്പോൾ ഉള്ളവക്ക് നല്ല വില ലഭിക്കുമെന്ന് കരുതിയിരുന്ന കർഷകരെ ഇടനിലക്കാർ ചൂഷണം ചെയ്യുന്നതായി ആരോപണം ഉയരുന്നു. മുന്തിരിക്ക് 25 മുതൽ 27 രൂപ വരെയാണ് തോട്ടമുടമകൾക്ക് ലഭിക്കുന്നത്. എന്നാൽ കേരളം ഉൾപ്പെടെയുള്ള വിപണികളിൽ മുന്തിരിക്ക് കിലോ 70 രൂപയാണ് വില. ചെറുകിട മുന്തിരി കർഷകർ ഉൾപ്പെടെ നൂറുകണക്കിന് തൊഴിലാളികളാണ് ഈ തോട്ടങ്ങളിൽ പണിയെടുക്കുന്നത്. തോട്ടങ്ങൾ പ്രതിസന്ധിയിലായതോടെ തൊഴിലാളികളുടെ ജീവിതവും പ്രതിസന്ധിയിലായി. ஆம்பளைகளுக்கெல்லாம் வேலை இல்லை, பொம்பளைகளுக்கு எங்களுக்கெல்லாம் இங்கேயே நாங்கள் வாடிக்கை வேலைக்கு வருவோம். 5 வருஷம் 6 வருஷமா வேலைக்கு வந்தவங்களுக்கு வேலையே இல்லை, மழை இல்லாததுனால இப்பத்தையும் 10 நாளாக வேலைக்கு வந்துக்கிட்டு இருப்பான். ഇതിനിടയിൽ മുന്തിരി ഉൽപ്പന്നങ്ങൾക്ക് തോട്ടങ്ങളോടനുബന്ധിച്ച് വിപണന കേന്ദ്രം തുറന്ന് വിൽപ്പന നടത്തുകയാണ് തൊഴിലാളികൾ. മുന്തിരി ജാം, മുന്തിരി വൈൻ എന്നിവക്ക് ആവശ്യക്കാർ ഏറെയാണ്. കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്കെത്തുന്ന വിനോദസഞ്ചാരികൾ കടന്നുപോകുന്ന കൊട്ടാരക്കര, ഡിണ്ടിഗൽ അന്തർ സംസ്ഥാന പാതയോരങ്ങളിൽ ധാരാളം വിപണന കേന്ദ്രങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ബിജു തറയിൽ, മീഡിയ 1.